കേരളം പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചാൽ നിരവധി കഠിനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രതിസന്ധി ബാധിക്കും. ഒരു പ്രദേശവും ഒഴിവാക്കപ്പെടില്ല. നെഗറ്റീവ് ആഘാതങ്ങൾ ആഴമേറിയതും വിശാലവുമായിരിക്കും. ജനങ്ങളും ബിസിനസ്സുകളും സർക്കാർ സേവനങ്ങളും എല്ലാം കഷ്ടപ്പെടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കുത്തനെ മന്ദഗതിയിലാകും. എല്ലാ ജില്ലകളും അതിന്റെ വേദന അനുഭവിക്കും. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ്. തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസുകൾ കടുത്ത വെട്ടിക്കുറവുകൾ നേരിടേണ്ടി വരും. പൊതുസേവനങ്ങൾ വെട്ടിക്കുറയ്ക്കും. നിരവധി സർക്കാർ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടാം. തലസ്ഥാനത്തെ സ്കൂളുകളും ആശുപത്രികളും ബജറ്റ് വെട്ടിക്കുറവുകൾ മൂലം ബുദ്ധിമുട്ടും. നഗരത്തിലെ വിപണികൾ മന്ദഗതിയിലാകും. ചെറിയ കടകൾ അടച്ചുപൂട്ടും. തൊഴിലില്ലായ്മ വേഗത്തിൽ ഉയരും. കുടുംബങ്ങൾ കുറഞ്ഞ വരുമാനവുമായി ബുദ്ധിമുട്ടും. നഗരത്തിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ ദുർബലമാകും. പൊതുഗതാഗതം കുറവായിരിക്കും. തിരുവനന്തപുരത്തെ മുഴുവൻ നഗരജീവിതവും ഇരുട്ടിലാകും. കൊല്ലത്തെ മത്സ്യബന്ധന സമൂഹങ്ങൾ ദുരിതത്തിലേക്ക് തള്ളിവിടപ്പെടും. നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെടും. പ്രാദേശിക മത്സ്യ മാർക്കറ്റുകളുടെ ബിസിനസ് ഗണ്യമായി കുറയും. ചെറുകിട ബോട്ട് ഓപ്പറേറ്റർമാർക്ക് വലിയ നഷ്ടം സംഭവിക്കും. അനുബന്ധ വ്യവസായങ്ങളിലെ തൊഴിലാളികൾക്ക് പിരിച്ചുവിടലുകൾ നേരിടേണ്ടി വരും. വ്യാപാര നഷ്ടം കൊല്ലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അലയടിക്കും. കടകൾ, റെസ്റ്റോറന്റുകൾ, ഗതാഗത സേവനങ്ങൾ എന്നിവയെല്ലാം വെട്ടിക്കുറയ്ക്കപ്പെടും. കൊല്ലത്തിന്റെ ദൈനംദിന ജീവിതം സാമ്പത്തിക നിരാശയാൽ അടയാളപ്പെടുത്തും. പത്തനംതിട്ട അതിന്റെ ഗ്രാമീണ സ്വഭാവത്തിന് പേരുകേട്ടതാണ്. പ്രാദേശിക കർഷകർ വളരെയധികം കഷ്ടപ്പെടും. വിളകളുടെ വില മോശമാകും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ കുറച്ച് പണം മാത്രമേ ലഭിക്കൂ. കടം വേഗത്തിൽ കുന്നുകൂടും. നിരവധി ഗ്രാമീണ കുടുംബങ്ങൾ പട്ടിണി നേരിടും. ഗ്രാമങ്ങളിൽ ചെറുകിട ബിസിനസ്സുകൾ അടച്ചുപൂട്ടും. പൊതുഗതാഗതം ക്രമരഹിതമാകും. മൊത്തത്തിലുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ചുരുങ്ങും. പത്തനംതിട്ടയിലെ ജീവിതം കഷ്ടപ്പാടുകളും ആശങ്കകളും നിറഞ്ഞതായിരിക്കും. ആലപ്പുഴ അതിന്റെ കായൽ തീരങ്ങൾക്കും ടൂറിസത്തിനും പേരുകേട്ടതാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ടൂറിസം കുത്തനെ കുറയും. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവയ്ക്ക് അവരുടെ ബിസിനസിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടും. ബോട്ട് ഓപ്പറേറ്റർമാർക്ക് ബുക്കിംഗുകൾ മിക്കവാറും ലഭിക്കില്ല. വിപണികൾ ചുരുങ്ങുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെടും. പരമ്പരാഗത ഉത്സവങ്ങളും വള്ളംകളികളും റദ്ദാക്കപ്പെടും. സജീവമായ ടൂറിസ്റ്റ് വ്യാപാരം നിശബ്ദമാകും. വിനോദസഞ്ചാരികളെ ആശ്രയിക്കുന്ന പ്രാദേശിക വ്യാപാരികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടും. മുഴുവൻ പ്രദേശവും സാമ്പത്തിക നിരാശയിൽ മുങ്ങും. പ്രകൃതി സൗന്ദര്യം പോലും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകില്ല. കോട്ടയം പ്രസിദ്ധീകരണത്തിനും ചെറുകിട വ്യവസായങ്ങൾക്കും പേരുകേട്ടതാണ്. കോട്ടയത്ത് അച്ചടിയും പ്രസിദ്ധീകരണവും കനത്ത ആഘാതമേൽപ്പിക്കും. ചെറുകിട ബിസിനസ് ഉടമകൾ അടച്ചുപൂട്ടൽ നേരിടേണ്ടി വരും. പുസ്തകശാലകളും പ്രിന്റിംഗ് പ്രസ്സുകളും പ്രവർത്തനം വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരാകും. ഈ മേഖലകളിലെ തൊഴിൽ കുറയും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ബാധിക്കപ്പെടും. ചെറുകിട വ്യവസായങ്ങളിലെ ഇടിവ് വിശാലമായ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും. കുറഞ്ഞ വരുമാനത്തിന്റെയും വർദ്ധിച്ചു വരുന്ന ചെലവുകളുടെയും നിരന്തരമായ സമ്മർദ്ദം കോട്ടയത്തെ ജനങ്ങൾക്ക് അനുഭവപ്പെടും. നിരവധി തോട്ടങ്ങളുള്ള ഒരു മലയോര ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയിൽ തേയില, സുഗന്ധവ്യഞ്ജന എസ്റ്റേറ്റുകൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. തോട്ടം തൊഴിലാളികൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയോ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യും. മലയോരങ്ങളിലെ ജീവിത ചെലവ് ഉയരും. പ്രാദേശിക ചെറുകിട ബിസിനസ്സുകൾക്ക് ഉപഭോക്താക്കളിൽ പെട്ടെന്ന് കുറവ് അനുഭവപ്പെടും. കുന്നിൻ പ്രദേശങ്ങളിലൂടെയുള്ള ചരക്ക് ഗതാഗതം ക്രമരഹിതമാകും. ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം സാമ്പത്തിക അവഗണനയാൽ തളർന്നു പോകും. ഇവിടത്തെ ഗ്രാമീണ സമൂഹങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നും. സാമ്പത്തിക പ്രതിസന്ധി മലയോര പ്രദേശങ്ങളുടെ ഒറ്റപ്പെടലിനെ കൂടുതൽ വഷളാക്കും. എറണാകുളം കേരളത്തിന്റെ വാണിജ്യ കേന്ദ്രമാണ്. എറണാകുളത്ത് തിരക്കേറിയ വിപണികൾ പെട്ടെന്ന് നിശബ്ദമാകും. വൻകിട വ്യവസായങ്ങളും ചെറുകിട ബിസിനസ്സുകളും ഗുരുതരമായ തിരിച്ചടികൾ നേരിടേണ്ടി വരും. തുറമുഖ സൗകര്യങ്ങൾ മാന്ദ്യം അനുഭവിക്കും. ഓഫീസുകളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ചെലവ് ഗണ്യമായി കുറയ്ക്കും. നിരവധി ജീവനക്കാരെ പിരിച്ചുവിടും. എറണാകുളത്തെ പൊതുഗതാഗത സംവിധാനം തടസ്സപ്പെടും. നഗരജീവിതം പോലും കുറഞ്ഞ പ്രവർത്തനം മൂലം കഷ്ടപ്പെടും. മൊത്തത്തിലുള്ള ബിസിനസ് അന്തരീക്ഷം ഇരുണ്ടതും അനിശ്ചിതത്വത്തിലുമാകും. തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്നു. തൃശൂരിൽ സാംസ്കാരിക പരിപാടികൾക്ക് വലിയ വെട്ടിക്കുറവുകൾ നേരിടേണ്ടി വരും. കലാകേന്ദ്രങ്ങൾ, തിയേറ്ററുകൾ, ഉത്സവ സംഘാടകർ എന്നിവയ്ക്ക് ഫണ്ടുണ്ടാകില്ല. സാംസ്കാരിക ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രാദേശിക ബിസിനസ്സുകൾ അടച്ചുപൂട്ടപ്പെടും. വരുമാന നഷ്ടം എല്ലാ കുടുംബങ്ങളെയും ബാധിക്കും. തൃശൂരിലെ കടകളിലും വിപണികളിലും വിൽപ്പനയിൽ കുത്തനെ ഇടിവ് സംഭവിക്കും. തദ്ദേശ സ്വയംഭരണ സേവനങ്ങൾ ബജറ്റ് വെട്ടിക്കുറയ്ക്കപ്പെടും. സാമ്പത്തിക നിരാശയാൽ തൃശൂരിന്റെ പരമ്പരാഗത ആകർഷണം മങ്ങിപ്പോകും. നഗരത്തിന്റെ സാംസ്കാരിക ഹൃദയമിടിപ്പ് മന്ദഗതിയിലാകും. പാലക്കാട് ഒരു കാർഷിക വ്യാവസായിക ജില്ലയാണ്. പാലക്കാട് കർഷകർക്ക് അവരുടെ വിള വരുമാനം കുത്തനെ കുറയുന്നത് കാണേണ്ടി വരും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയെ ലഭിക്കുകയുള്ളൂ. നിരവധി കർഷകർ കനത്ത കടത്തിലേക്ക് നയിക്കപ്പെടും. മേഖലയിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് ഓർഡറുകൾ കുറയും. കൃഷിയിലും വ്യവസായത്തിലും തൊഴിലാളികൾക്ക് പിരിച്ചുവിടലുകൾ നേരിടേണ്ടി വരും. ഗ്രാമീണ വിപണികൾ ചുരുങ്ങുകയും വിശ്വസനീയമല്ലാതാവുകയും ചെയ്യും. ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഇരുണ്ടതായി തീരും. അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകും. പാലക്കാടിന്റെ ദൈനംദിന ജീവിതം കൂടുതൽ ദുഷ്കരമാകും.
മലപ്പുറത്ത് നഗര ഗ്രാമപ്രദേശങ്ങളുടെ മിശ്രിതമുണ്ട്. മലപ്പുറത്ത് ചെറുകിട വ്യാപാരികൾ വളരെയധികം കഷ്ടപ്പെടും. പ്രാദേശിക വിപണികൾ അടച്ചുപൂട്ടപ്പെടും. സ്കൂളുകളും പൊതുസ്ഥാപനങ്ങളും വലിയ ബജറ്റ് വെട്ടിക്കുറയ്ക്കലുകൾ നേരിടേണ്ടി വരും. പൊതുഗതാഗതം വിശ്വസനീയമല്ലാതാകും. കമ്മ്യൂണിറ്റി സേവനങ്ങൾ ചുരുങ്ങും. കുടുംബങ്ങൾക്ക് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെടും. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. എല്ലാ അയൽപ്പക്കങ്ങളിലും ഇതിന്റെ പ്രതികൂല ഫലങ്ങൾ അനുഭവപ്പെടും. കഠിനമായ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പ്രാദേശിക ബിസിനസ്സുകൾ പരാജയപ്പെടും. കോഴിക്കോട് ഒരു ചരിത്ര വ്യാപാര കേന്ദ്രമാണ്. കോഴിക്കോടിൽ പരമ്പരാഗത വിപണികളിൽ ആഴത്തിലുള്ള മാന്ദ്യം അനുഭവപ്പെടും. തുറമുഖത്ത് വ്യാപാരം കുറയും. കയറ്റുമതി അധിഷ്ഠിതമായ നിരവധി ബിസിനസ്സുകൾ അടച്ചുപൂട്ടപ്പെടും. വ്യാപാര സേവന മേഖലകളിലെ തൊഴിലാളികൾ പിരിച്ചുവിടപ്പെടും. നഗര സമ്പദ് വ്യവസ്ഥ ഗണ്യമായി മന്ദഗതിയിലാകും. പ്രാദേശിക കടകളും ഭക്ഷണശാലകളും ഉപഭോക്താക്കളുടെ അഭാവം മൂലം കഷ്ടപ്പെടും. അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പൊതു ഫണ്ട് വെട്ടിക്കുറയ്ക്കും. നഗരം നിരന്തരമായ നഷ്ടവും നിരാശയും അനുഭവിക്കും. വയനാട് പ്രകൃതി സൗന്ദര്യത്തിനും ഗ്രാമീണ ജീവിതത്തിനും പേരുകേട്ടതാണ്. വയനാട്ടിൽ ടൂറിസം ഏതാണ്ട് ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകും. ഹിൽ സ്റ്റേഷനുകളും ഹോം സ്റ്റേകളും അടച്ചുപൂട്ടപ്പെടും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി നഷ്ടപ്പെടും. ഗ്രാമങ്ങളിലെ ചെറിയ കടകൾക്ക് ഉപഭോക്താക്കൾ ഉണ്ടാകില്ല. വയനാട്ടിലെ പല കുടുംബങ്ങൾക്കും ഉപജീവന മാർഗം നഷ്ടപ്പെടും. ഗ്രാമീണ സ്കൂളുകൾക്ക് കുറഞ്ഞ വിഭവങ്ങൾ മാത്രമേ ലഭിക്കൂ. വിദൂര പ്രദേശങ്ങളിലെ ആരോഗ്യ സംരക്ഷണം വഷളാകും. വയനാട്ടിലെ സമൂഹം ഒറ്റപ്പെടലും സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടേണ്ടി വരും. കണ്ണൂർ കൈത്തറി ചെറുകിട വ്യവസായങ്ങൾക്ക് പേരുകേട്ടതാണ്. കണ്ണൂരിൽ തുണിമില്ലുകളും കൈത്തറി യൂണിറ്റുകളും ഉൽപാദനം വെട്ടിക്കുറയ്ക്കും. നിരവധി തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. ഉപഭോക്തൃ ചെലവിലെ ഇടിവ് പ്രാദേശിക വിപണികളെ ബാധിക്കും. ചെറുകിട ബിസിനസ്സുകൾ ഒന്നിനു പുറകെ ഒന്നായി അടച്ചുപൂട്ടും. ഫാക്ടറികളിൽ നിന്ന് എല്ലാ തെരുവുകളിലേക്കും പ്രതികൂല ആഘാതം വ്യാപിക്കും. കണ്ണൂരിലെ പൊതുസേവനങ്ങൾക്ക് കടുത്ത ബജറ്റ് വെട്ടിക്കുറവുകൾ നേരിടേണ്ടി വരും. മൊത്തത്തിലുള്ള ജീവിത നിലവാരം അതിവേഗം ഇടിയും. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിൽ പ്രതിസന്ധിയുടെ ഫലങ്ങൾ ഗുരുതരമായിരിക്കാം. പ്രാദേശിക വ്യാപാരം ഏതാണ്ട് നിലയ്ക്കും. ചെറുകിട കച്ചവടക്കാർക്ക് അവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടും. പൊതുസ്ഥാപനങ്ങൾ സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരാകും. വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങൾ വിശ്വസനീയമല്ലാതാകും. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രദേശം ഒറ്റപ്പെട്ടതായി അനുഭവപ്പെടും. കാസർഗോഡിലെ എല്ലാ സമൂഹങ്ങളും ആഴത്തിലുള്ള സാമ്പത്തിക വേദന അനുഭവിക്കും. കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വ്യാപകമായ തൊഴിൽ നഷ്ടം നേരിടേണ്ടി വരും. നഗരങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളത്തിൽ കുത്തനെ ഇടിവ് സംഭവിക്കും. പല ഓഫീസുകളും അവരുടെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കും. നഗരങ്ങളിലെ ബിസിനസ്സുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കും. തിരക്കേറിയ തെരുവുകൾ ശാന്തമാകും. പൊതുഗതാഗതം കൂടുതൽ ശാന്തമാകും. വിപണികൾ ചുരുങ്ങും. നിരവധി കടകൾ അടച്ചുപൂട്ടപ്പെടും. എല്ലാ നഗര കേന്ദ്രങ്ങളിലും പൊതുവായ അനിശ്ചിതത്വത്തിന്റെയും നിരാശയുടെയും അന്തരീക്ഷമുണ്ടാകും. ഗ്രാമീണ മേഖലകൾ ഒരു ഭീകരമായ സാഹചര്യത്തെ നേരിടും. വിളകളുടെ വിലയിടിവ് കർഷകരെ ബാധിക്കും. കാർഷിക ചക്രം തടസ്സപ്പെടും. കർഷകർക്കിടയിലെ കടം വേഗത്തിൽ വളരും. ഗ്രാമീണ റോഡുകൾ നന്നായി പരിപാലിക്കപ്പെടില്ല. വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങളിലേക്കുള്ള പ്രവേശനം കുറയും. ചെറുകിട ഗ്രാമീണ ബിസിനസ്സുകൾ അടച്ചുപൂട്ടപ്പെടും. ഗ്രാമങ്ങൾ ഒറ്റപ്പെടലിൽ ബുദ്ധിമുട്ടും. ഭക്ഷണത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ദൈനംദിന പോരാട്ടം രൂക്ഷമാകും. കേരളത്തിലെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ടൂറിസം. ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ടൂറിസം തകരും. ഹോട്ടലുകളും റിസോർട്ടുകളും മിക്കവാറും അതിഥികളെ കാണില്ല. ടൂർ ഓപ്പറേറ്റർമാർ പാപ്പരത്തെ നേരിടും. പ്രാദേശിക ഭക്ഷണശാലകളും കഫേകളും ബിസിനസ് നഷ്ടപ്പെടും. കായലുകൾ, ഹിൽ സ്റ്റേഷനുകൾ തുടങ്ങിയ സജീവമായ ടൂറിസം കേന്ദ്രങ്ങൾ വിജനമാകും. ബോട്ട് ഓപ്പറേറ്റർമാർക്കും പ്രാദേശിക ഗൈഡുകൾക്കും ജോലി ഉണ്ടാകില്ല. ടൂറിസം വരുമാനത്തെ ആശ്രയിക്കുന്ന നഗര ഗ്രാമപ്രദേശങ്ങളെ ഈ ഇടിവ് ബാധിക്കും. കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് പോലും ഇതിൽ നിന്ന് മോചനമുണ്ടാകില്ല. ആശുപത്രികൾ കടുത്ത ബജറ്റ് വെട്ടിക്കുറവുകൾ നേരിടേണ്ടി വരും. മെഡിക്കൽ സപ്ലൈസ് കുറവായിരിക്കും. ജീവനക്കാരെ പിരിച്ചുവിടുകയോ കുറഞ്ഞ സമയം ചെലവഴിക്കുകയോ ചെയ്യും. ഗ്രാമീണ ക്ലിനിക്കുകൾ പ്രവർത്തിക്കാൻ പാടുപെടും. അടിയന്തര സേവനങ്ങൾ വൈകും. രോഗികൾക്ക് നീണ്ട കാത്തിരിപ്പ് സമയം നേരിടേണ്ടി വരും. പരിചരണത്തിന്റെ ഗുണനിലവാരം കുറയും. ഫണ്ടുകളുടെ നഷ്ടം സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ബാധിക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കും. സർക്കാർ സ്കൂളുകൾക്ക് ലഭിക്കുന്ന ഫണ്ടിംഗ് കുറവായിരിക്കും. നിരവധി അധ്യാപകർ പുറത്തു പോകാൻ നിർബന്ധിതരാകാം. സ്വകാര്യ സ്കൂളുകൾ ഫീസ് ഉയർത്തുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ കുറവായിരിക്കും. പാഠ്യേതര പ്രവർത്തനങ്ങൾ റദ്ദാക്കപ്പെടും. കോളേജുകളും സർവകലാശാലകളും കോഴ്സുകൾ വെട്ടിക്കുറയ്ക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഇടിവ് സംഭവിക്കും. കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിയും തിരിച്ചടി അനുഭവിക്കും. പൊതുസേവനങ്ങൾക്ക് വലിയ വെട്ടിക്കുറവുകൾ നേരിടേണ്ടി വരും. മുനിസിപ്പൽ സ്ഥാപനങ്ങൾക്ക് പണത്തിന്റെ അളവ് കുറയും. മാലിന്യ ശേഖരണവും തെരുവ് വൃത്തിയാക്കലും ക്രമരഹിതമാകും. പൊതു പാർക്കുകളും പൂന്തോട്ടങ്ങളും പരിപാലിക്കപ്പെടില്ല. റോഡുകളും പാലങ്ങളും തകരും. പൊതുഗതാഗത സേവനങ്ങളുടെ ആവൃത്തി കുറയും. വൈദ്യുതിയും ജലവിതരണവും ക്രമരഹിതമാകും. അവഗണിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ജില്ലകളെയും ബാധിക്കും. മൊത്തത്തിലുള്ള ജീവിത നിലവാരം കുത്തനെ കുറയും. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും. പല ബാങ്കുകളും തിരിച്ചടയ്ക്കാത്ത വായ്പകളുടെ വർധനവ് കാണും. വായ്പ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെറുകിട ബിസിനസ്സുകൾക്ക് വായ്പകൾ നേടാൻ കഴിയില്ല. സേവിങ്സ് അക്കൗണ്ടുകളുടെ മൂല്യം നഷ്ടപ്പെടും. സാമ്പത്തിക ആത്മവിശ്വാസത്തിന്റെ തകർച്ച കൂടുതൽ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കും.
കേരളത്തിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളെയും പ്രതിസന്ധി ബാധിക്കും. തദ്ദേശ സർക്കാരുകൾ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ നേരിടും. മുനിസിപ്പൽ ബജറ്റുകൾ വേഗത്തിൽ ചുരുങ്ങും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുസേവനങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരാകും. കമ്മ്യൂണിറ്റി പദ്ധതികൾക്കുള്ള ധനസഹായം അപ്രത്യക്ഷമാകും. ഓരോ ജില്ലാ ഭരണകൂടവും പ്രതിസന്ധിയിൽ തളർന്നുപോകും. പൊതുമരാമത്ത്, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യും. ഇത് എല്ലാ പൗരസേവനങ്ങളിലും കാലതാമസത്തിന് കാരണമാകും. കേരളത്തിലെ സാമൂഹിക ജീവിതം വളരെയധികം തടസ്സപ്പെടും. സമൂഹ പരിപാടികളും ഉത്സവങ്ങളും റദ്ദാക്കപ്പെടും. സാമൂഹിക ക്ലബ്ബുകളും പ്രാദേശിക ഒത്തുചേരലുകളും കുറയും. നിരവധി ആളുകൾ ഒറ്റപ്പെടുകയും വിഷാദ രോഗികളാവുകയും ചെയ്യും. നിരാശ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഉയരും. ഗാർഹിക തർക്കങ്ങൾ വർദ്ധിക്കും. എല്ലാ അയൽപ്പക്കങ്ങളിലെയും മൊത്തത്തിലുള്ള മാനസികാവസ്ഥ ഇരുട്ടതായിരിക്കും. കുടുംബങ്ങളും സമൂഹങ്ങളും നിരന്തരമായ സമ്മർദ്ദവും പിരിമുറുക്കവും നേരിടേണ്ടി വരും. പരിസ്ഥിതി പദ്ധതികൾ സംരക്ഷിക്കപ്പെടില്ല. സംരക്ഷണത്തിനുള്ള ധനസഹായം ഗണ്യമായി കുറയും. മലിനീകരണ നിയന്ത്രണ നടപടികൾ കുറയും. വ്യാവസായിക മലിനീകരണം അനിയന്ത്രിതമായി വർദ്ധിക്കും. പ്രകൃതി ആവാസ വ്യവസ്ഥകളും ഹരിത പ്രദേശങ്ങളും കഷ്ടപ്പെടും. ഫണ്ടുകളുടെ നഷ്ടം വനവൽക്കരണവും ശുചീകരണ പ്രവർത്തനങ്ങളും നിർത്തലാക്കും. ഓരോ ജില്ലയുടെയും പ്രകൃതി വിഭവങ്ങൾ തകർച്ചയുടെ ഭീഷണിയിലാകും. കേരളത്തിലെ വ്യാവസായിക മേഖല സ്തംഭിക്കും. ഫാക്ടറികൾ ഉൽപ്പാദനം കുറയ്ക്കുകയോ പൂർണ്ണമായും അടച്ചുപൂട്ടുകയോ ചെയ്യും. തൊഴിലാളികളെ വൻതോതിൽ പിരിച്ചുവിടും. സാധനങ്ങളുടെ ഉൽപ്പാദനം കുത്തനെ കുറയും. പല ഉൽപ്പാദന പ്ലാന്റുകളിലും ഓർഡറുകളിൽ കുത്തനെ ഇടിവ് സംഭവിക്കും. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി കുറയും. ഈ ഇടിവ് സംസ്ഥാനത്തെ മുഴുവൻ വ്യാവസായിക അടിത്തറയിലേക്കും വ്യാപിക്കും. നിർമ്മാണ പദ്ധതികൾ കാലതാമസവും റദ്ദാക്കലും നേരിടേണ്ടി വരും. നിരവധി ഭവന പദ്ധതികൾ നിർത്തലാക്കും. റിയൽ എസ്റ്റേറ്റ് വിലകൾ ഗണ്യമായി കുറയും. നിക്ഷേപകർ പണം പിൻവലിക്കും. നിരവധി നിർമ്മാണ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും. നഗരവികസനം സ്തംഭിക്കും. നിർമ്മാണത്തിലെ ഇടിവ് കേരളത്തിലെ എല്ലാ നഗരങ്ങളെയും പട്ടണങ്ങളെയും ബാധിക്കും. കേരളത്തിലെ ദൈനംദിന ജീവിതം ഒരു പോരാട്ടമായി മാറും. കുടുംബങ്ങൾക്ക് ചെലവഴിക്കാൻ പണം കുറവായിരിക്കും. ഭക്ഷണത്തിന്റെയും നിത്യോപക സാധനങ്ങളുടെയും വില ഉയരും. അവശ്യ വസ്തുക്കളിൽ വെട്ടിക്കുറയ്ക്കാൻ നിരവധി കുടുംബങ്ങൾ നിർബന്ധിതരാകും. സമ്പാദ്യം വേഗത്തിൽ കുറയും. മൊത്തത്തിലുള്ള ജീവിത നിലവാരം കുറയും. തിരക്കേറിയ നഗരങ്ങൾ മുതൽ ശാന്തമായ ഗ്രാമങ്ങൾ വരെയുള്ള എല്ലാ അയൽപ്പക്കങ്ങളും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കും. എല്ലാ മേഖലകളിലും തൊഴിൽ നഷ്ടം വ്യാപകമാകും. ദിവസവേതനക്കാർക്ക് വരുമാനം നഷ്ടപ്പെടും. ശമ്പളം പറ്റുന്ന തൊഴിലാളികൾക്ക് ശമ്പളം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നേക്കാം. ഔദ്യോഗിക അനൗപചാരിക മേഖലകളിലെ തൊഴിലാളികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. മൊത്തത്തിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് കുതിച്ചുയരും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തൊഴിലില്ലായ്മയുടെ ഭാരം അനുഭവപ്പെടും. കുടുംബങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുമ്പോൾ സമ്മർദ്ദം അനുഭവപ്പെടും. അവസരങ്ങൾ കുറവായതിനാൽ നിരവധി യുവാക്കൾ കേരളം വിടും. മെച്ചപ്പെട്ട സാധ്യതകൾ തേടി വിദഗ്ധ തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാം. കഴിവുകളുടെ നഷ്ടം സംസ്ഥാനത്തിന്റെ ഭാവിയെ ദുർബലപ്പെടുത്തും. പ്രാദേശിക ബിസിനസ്സുകൾക്ക് വിദഗ്ധ തൊഴിലാളികളെ നിയമിക്കാൻ പ്രയാസമാകും. ഈ മസ്തിഷ്ക ചോർച്ച കേരളത്തിന്റെ വളർച്ചയെ ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതികൂലമായി ബാധിക്കും. പൊതുജനങ്ങളുടെ മനോവീര്യം അടിത്തട്ടിലേക്ക് വീഴും. ആളുകൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് നിരാശ തോന്നും. സർക്കാരിലും സാമ്പത്തിക സ്ഥാപനങ്ങളിലുമുള്ള വിശ്വാസം കുറയും. പ്രതിഷേധങ്ങളും സാമൂഹിക അസ്വസ്ഥതകളും സാധാരണമായി മാറിയേക്കാം. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയുള്ള എല്ലാ സമൂഹങ്ങളും നിരാശയുടെ വികാരം പങ്കിടും. തുടർച്ചയായ കഷ്ടപ്പാടുകൾ കേരളത്തിന്റെ സാമൂഹിക ഘടനയെ തകർക്കും. സാമ്പത്തിക പ്രതിസന്ധിയുടെ ദീർഘകാല ഫലങ്ങൾ കഠിനമായിരിക്കും. സംസ്ഥാനത്തിന്റെ പുരോഗതി വർഷങ്ങളോളം മന്ദഗതിയിലാകും. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ നിക്ഷേപങ്ങൾ പിന്നോട്ടു പോകും. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കും. സാമൂഹിക അസമത്വം വർദ്ധിക്കും. എല്ലാ ജില്ലകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ നിലനിൽക്കും. പ്രതിസന്ധിക്ക് ശേഷവും വീണ്ടെടുക്കൽ ദീർഘവും വേദനാജനകവുമായ ഒരു പ്രക്രിയയായിരിക്കും. കേരളം പെട്ടെന്ന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടാൽ നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളും കഷ്ടപ്പെടും. നഗരകേന്ദ്രങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, വ്യാവസായിക മേഖലകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ശക്തമായി ബാധിക്കും. പൊതുസേവനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകരും. കുടുംബങ്ങൾ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, സാമൂഹിക അശാന്തി എന്നിവ നേരിടേണ്ടി വരും. പ്രതിസന്ധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. കേരളത്തിലെ ഓരോ സമൂഹവും നിരാശയും കഷ്ടപ്പാടും കൊണ്ട് വലയം ചെയ്യപ്പെടും. ഈ ഇരുണ്ട സാഹചര്യം സംസ്ഥാനത്തുടനീളം ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കും. എല്ലാ വിപണിയിലും, എല്ലാ തെരുവുകളിലും, എല്ലാ വീട്ടിലും വേദന അനുഭവപ്പെടും. ഈ സമഗ്രമായ സാമ്പത്തിക തകർച്ചയിൽ ഒരു ആശ്വാസവും ഉണ്ടാകില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.